ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയാലോ. ഇന്നിപ്പോൾ നമുക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ, മൺഡേ അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ചേട്ടനൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ലേറ്റായിട്ട് എൻ്റെ ചേട്ടനുണ്ടെങ്കിൽ ഞാൻ ഒരു 4 മണി 5 മണിയൊക്കെ ആയിട്ട് ഞാൻ ഇട്ടിട്ട് ഫുഡ് ഉണ്ടാക്കുക, അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. കറി വെക്കണം, പിന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ചെയ്യുക അതാക്കണം, പിന്നെ പിള്ളേർക്ക് എന്താ ചെയ്യാക്കണം, അങ്ങനെയൊക്കെ. ഇന്നിപ്പോൾ ചേട്ടനില്ലാത്ത കാരണം ഞാൻ അത് 6 മണി ആയിട്ടുള്ളൂ. ഞാൻ ചപ്പാത്തിക്കാണ് കേട്ടോ കുഴക്കുന്നത്. ചപ്പാത്തിക്ക് ഞാനിവിടെ എല്ലാം കുഴച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾ ഇന്ന് ചപ്പാത്തിയാണ് കൊണ്ടുപോകുന്നത്. ചപ്പാത്തി പരത്തിട്ടൊക്കെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ചപ്പാത്തിക്ക് വേണ്ടി ഒരു തട്ടിക്കൂട്ട് കറി പോലെ ഒരു ബുർജിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി മല്ലിയില, കുറച്ച് വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 2 സവോള, ഒരു തക്കാളി, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 മുട്ട പൊട്ടിച്ചിട്ട് ഉപ്പിട്ട് നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബുർജി ഉണ്ടാക്കാം കേട്ടോ. കാരണം പിള്ളേർക്ക് മുട്ട ഇട്ടിട്ട് എന്ത് കറി വെച്ചാലും ഭയങ്കര ഇഷ്ടം. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവർ കഴിക്കുകയും ചെയ്യുമല്ലോ. നമുക്ക് ആദ്യം തന്നെ സവോള അരിയാം കേട്ടോ. സവോള നൈസായിട്ട് അരിഞ്ഞ് വയ്ക്കുക. സവോള അതുപോലെ നമുക്ക് തക്കാളി വെച്ചിട്ടുണ്ടോ. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്നല്ലോ സവോളയും തക്കാളിക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ ഇട്ടിട്ട് വിസിലടുപ്പിക്കാനിട്ടാ ചെയ്യുക. കുക്കറിൽ ഇപ്പോൾ ഈ സവോളയും തക്കാളിയും പിന്നെ ഒരു വേപ്പിലയും കൂടി ഇടാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് മാത്രം ഇടാം കേട്ടോ. ബാക്കി നമുക്ക് കറി വെക്കുമ്പോൾ വെക്കാം ഇടാലോ. വെള്ളം നമ്മളൊരു കുഞ്ഞ് ഗ്ലാസ് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്കിത് വിസിലടുപ്പിക്കാം കേട്ടോ. 2 വിസിലടുപ്പിച്ചാൽ മതി. 2 ഒന്നും വേണ്ട, 1 വിസിലടുപ്പിച്ചാലും മതി. സ്ലോയിലൊക്കെയാണ് ചെയ്യും. ഇപ്പം ഞാൻ മീഡിയത്തിലിട്ടിട്ട് 2 വിസിലടുപ്പിക്കാൻ പോവാണ് കേട്ടോ. 2 വിസിലടിക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് വെക്കാം. നമ്മളിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചി ചെറിയൊരു കഷ്ണമായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, ഇതൊക്കെ നമുക്കൊന്ന് ചതച്ച് വെക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ കുക്കർ 2 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് മാറ്റി വെക്കാം. നമ്മുടെ പാൻ വെക്കാം കേട്ടോ. കറി വെക്കാൻ ഏത് പാത്രമാണ് വെക്കുന്നത് വെച്ചാൽ ആ പാത്രം വെക്കാം. ചട്ടി ഞാൻ ഇവിടെ ഒരു പാൻ പോലത്തെ പാത്രമാണ് വെക്കുന്നത്. നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ വെന്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്നും അവിടെ ചൂടാറട്ടെ. അപ്പോൾ നമ്മുടെ ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്. തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇട്ടിട്ടത്. ഞാനിവിടെ പച്ചമുളക് എടുക്കുന്നില്ല, കാരണം പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര എരിവാണ് ആവും കേട്ടോ. ഞാനിവിടെ കൂടുതലും മുളക് പൊടിയൊക്കെ ഉപയോഗിക്കുന്ന കാരണം അവർക്ക് എരിവൊക്കെ പറ്റും. പക്ഷേ അങ്ങനെ പച്ചമുളക് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര എരിവാകാറുണ്ട് കേട്ടോ.
മല്ലിയിലയും കൂടി എടുക്കാം കേട്ടോ. ഇപ്പോഴേ നമ്മുടെ ബുർജിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെയൊന്നും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കൂടെ ചെയ്യണേ. എന്നിട്ട് ദച്ചൂസ് ഇപ്പോൾ കൊണ്ടുപോവുക. അവൾ കുറച്ചുകൂടി വലിയ സ്നാക്ക് ബോക്സിലായിരുന്നു കൊണ്ടുപോകാറ്. പക്ഷെ അവൾക്ക് അത് പൊട്ടിപ്പോയി. അപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ കടയിൽ പോയപ്പോൾ ഇങ്ങനത്തെ മതി, ചെറുത് മതി, ഫ്രണ്ട്സ് ഇങ്ങനത്തെ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇങ്ങനത്തെ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ആലോചിക്കുക എന്താ അവൾക്ക് കൊടുത്ത് ഇവിടെ ഇത്രയും ചെറിയ പാത്രത്തിൽ. ഞാൻ ധ്രുവയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ലഞ്ചായിട്ട് കൊടുത്തേക്കാട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ വിചാരിക്കും ദച്ചുവിന് സെയിം സാധനം തന്നെ കൊടുത്തേക്കും. പക്ഷെ ഞാൻ വിചാരിക്കും ഇതിൽ ഞാൻ എന്താ കൊടുത്തേക്കാന്ന്. അപ്പോൾ പിന്നെ ചപ്പാത്തിയൊക്കെ ആകുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് കുഞ്ഞ് പീസാക്കിയിട്ടേ കൊടുക്കുള്ളൂ. ഇപ്പോൾ ഞാൻ ഇതിൽ വെച്ച് കൊടുക്കും. അവൾക്ക് ഇതിൽ മതി എന്ന് പറഞ്ഞ കാരണം ധ്രുവക്കുട്ടി കൊണ്ടുവന്നത് ഇതിലാണ് കേട്ടോ. നമ്മുടെ പണ്ടത്തെ ചോറും പാത്രത്തിലാക്കി. ഇവളുടെ ആദ്യം ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ആയിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇങ്ങനത്തെ വാങ്ങാൻ കുറച്ച് നാൾ ഇഷ്ടമാവുമോ നോക്കട്ടെ എന്ന് വിചാരിച്ചു. അവൾക്ക് ഇഷ്ടമായി കൊണ്ടുപോയപ്പോഴൊക്കെ കുഞ്ഞേ പാത്രമല്ല, നമുക്കും എന്താ പറയുക പിടിക്കാനും സുഖം അവൾക്ക്. പിന്നെ അവളുടെ ലഞ്ച് ബാഗിലാണെങ്കിലും സ്ഥലം കൊണ്ട് വെക്കാനൊക്കെ കുഞ്ഞിതല്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവൾക്കത് ഇഷ്ടമാവും. ഇതോട് പറഞ്ഞത് മതി, ഫ്രണ്ട്സൊക്കെ ഇങ്ങനത്തെയും കൊണ്ടുവരേണ്ടതെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആയിക്കോട്ടെ എന്തെങ്കിലും ആവട്ടെ. ഇനി വേണമെങ്കിൽ അടുത്ത കൊല്ലം മേടിച്ചാൽ മതിയല്ലോ. ഈ കൊല്ലം പകുതി എത്തുമ്പോഴേക്കും ലഞ്ച് ബോക്സ് പൊട്ടി, വാട്ടർ ബോട്ടിൽ പൊട്ടി എന്നൊക്കെ പറഞ്ഞ് വരും രണ്ടുപേരും. പിന്നെ ആകെ ബുദ്ധിമുട്ടല്ലേ. ധ്രുവയ്ക്ക് ഞാൻ 2 ചപ്പാത്തി കേട്ടോ വയ്ക്കുക. എപ്പോഴും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ 2 ചപ്പാത്തി എടുത്ത് മടക്കിയിട്ടാട്ടോ വെച്ച് കൊടുക്കുക. നമ്മൾ പണ്ട് സ്കൂളിൽ കൊണ്ടുപോയില്ല അതേപോലെയുള്ള. പിന്നെ ഇതിൻ്റെ മേലെയാണ് ഞാൻ കറി വയ്ക്കുക. അല്ലെങ്കിൽ ഞാൻ കറിപ്പാത്രം വയ്ക്കും കേട്ടോ. കറിപ്പാത്രം ഞാൻ പറയാൻ വെച്ചാൽ അവൾക്കൊരു കുഞ്ഞ് കറിപ്പാത്രം ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇതിലൊക്കെയാണ് ഞാൻ വെച്ച് കൊടുക്കാറ്. അപ്പോൾ ഇപ്പോൾ കറിയല്ലല്ലോ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഉപ്പേരി പോലെയാണല്ലോ, മുട്ടയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം. ദച്ചൂര് മുട്ടയൊന്നും കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. ധ്രുവയ്ക്ക് മുട്ട കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. പക്ഷേ നോൺ വെജ് ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്കൂളിൽ പറ്റില്ല. അവർക്ക് എന്താ പറയുക ചിക്കനൊന്നും പറ്റില്ല കേട്ടോ. നോൺ വെജ് തീരെ പറ്റില്ല. പക്ഷെ മുട്ട കൊണ്ടുപോകാൻ തന്നെ ഉള്ളൂ. പക്ഷെ മുട്ടയൊന്നും ആദ്യം പറഞ്ഞാൽ കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ ചില കുട്ടികളൊക്കെ മുട്ടയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് പ്രശ്നമില്ലാത്ത കാരണം അങ്ങനെ ഒരു ഓക്കെ വന്നു. കാരണം മിക്കവരും അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, മുട്ട കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ധ്രുവയ്ക്ക് ഞാൻ സ്നാക്ക് ബോക്സ് വെക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾ പറയും സ്നാക്ക് ബോക്സ് വേണ്ട അമ്മ എന്ന് പറഞ്ഞു. പിന്നെ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ദച്ചൂസിന് ഞാൻ ആകെ ഒരു ചപ്പാത്തിയായിട്ട് വയ്ക്കുള്ളൂ. ഈ ഒരു ചപ്പാത്തി ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഈ പാത്രം മേടിച്ച പിന്നെയാണ് ആകെ അങ്ങനെ ഒരു പ്രശ്നം. ഒക്കെ ചെറുതാക്കി വെച്ച് കൊടുക്കണം അവൾക്ക്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവൾ കഴിച്ചിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്നാലും ചെറുതാക്കണ്ടേ എന്നുള്ളൊരു മടി എനിക്ക്. ഇവൾക്ക് ഉച്ചവരെ ഉള്ളത് ചൂസിന്. അപ്പോൾ ഫുഡ് കൊണ്ടുപോകണം തന്നെ നിർബന്ധമില്ല. സ്നാക്സാണ് കൊണ്ടുപോകുക കൂടുതലും. പക്ഷെ സ്നാക്സ് തന്നെയല്ല അവൾ കഴിക്കലില്ല. അപ്പം ഇങ്ങനെ ധ്രുവയ്ക്ക് എന്താണോ കൊണ്ടുപോകുന്നത് അത് തന്നെ ഞാൻ കൊടുത്തേക്കും. അതിൻ്റെ കൂടെ സ്നാക്സും വേറെ എക്സ്ട്രാ വെച്ച് കൊടുക്കും. അങ്ങനെയായിരുന്നു ബോക്സ്. അപ്പോൾ ആ ബോക്സ് പൊട്ടിയപ്പോൾ പറഞ്ഞു ഇത് മതി, അപ്പോൾ ഇത് ഇങ്ങനെ മതി എന്ന് പറഞ്ഞു. ഇതിലൊരു തരി കറി വെച്ച് കൊടുക്കട്ടെ. കഴിക്കണാവോ. മുട്ട അവർക്ക് കൊണ്ടുപോകാൻ പാടില്ല. നല്ലൊരു തരി ഒന്ന് വെച്ച് കൊടുത്തു നോക്കട്ടെ. രണ്ടുപേരെ ലഞ്ച് ബോക്സ് ആയി. ഇനിക്ക് വാട്ടർ ബോട്ടിൽ വെള്ളം നിറക്കട്ടോ. ഇത് ധ്രുവക്കുട്ടി കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ചൂടുവെള്ളമാണ്. അപ്പോൾ കുറച്ചൊന്നും എനിക്ക് മിക്സ് ചെയ്യാം അവർക്ക്. നല്ല ചൂടുവെള്ളമാണ് ആക്കുന്നത് കേട്ടോ. ഇനി ഞാൻ കുറച്ച് മിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്യുക അവർക്ക്. ഇപ്പോൾ രണ്ടുപേരും ലഞ്ച് ബാഗിലൊക്കെ ആക്കി വെച്ചു. ധ്രുവയ്ക്ക് വാട്ടർ ബോട്ടിൽ ഇതിലാട്ട വെച്ചത്. ബാഗൊക്കെ സെറ്റാക്കി. ഇനി പിള്ളേരെ എണീപ്പിക്കണ്ട. ഇപ്പോൾ തന്നെ 7 മണിയായി. ദച്ചൂസിനെ ഞാൻ താഴെ ഇറക്കി കിടത്തിട്ടോ ഉറങ്ങി കഴിഞ്ഞ കാര്യം.
അവൾ ഇപ്പോഴും എന്താ പറയുക മൂത്രമൊക്കെ ഒഴിക്കും. നമ്മൾ പാമ്പേഴ്സ് ഇടലൊക്കെ നിർത്തി, എന്നാൽ പോലും അവൾക്ക് ഇടയ്ക്കിപ്പോഴും രാത്രിയൊക്കെ ഇങ്ങനെ മൂത്രം ഒഴിച്ച് പോകും. അപ്പം ഞാൻ അവളെ താഴെയായിട്ട് ഇറക്കി കിടത്തുക, ഉറങ്ങി കഴിഞ്ഞിട്ട് അങ്ങനെ കിടത്തുള്ളൂ. പിന്നെ ഇവർ രണ്ടുപേരും 2 സ്കൂളിലായ കാരണം 2 ടൈമിലാട്ടോ വണ്ടി വരിക. ധ്രുവയുടെ വണ്ടിയാണെന്ന് വെച്ചാൽ 8 മണിക്ക്, കറക്റ്റ് 8 മണിക്ക് ധ്രുവയുടെ ബസ് വരും. ദച്ചൂസാണെങ്കിൽ പോകുന്നത് ഓട്ടോയിലാണ് കേട്ടോ. ദച്ചൂസിൻ്റെ ഓട്ടോ 8:15 വരിക. അപ്പോൾ രാവിലെ ഇവിടെ ചേട്ടൻ ഉണ്ടായിരുന്ന ടൈമിലാണെന്ന് വെച്ചാൽ ചേട്ടൻ്റെ കൂടെ ധ്രുവയും കൂടെ ഇറങ്ങി പോവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചേട്ടൻ അവിടെ അങ്ങനെ ഡ്രോപ്പ് ചെയ്യും, അവളുടെ വണ്ടിയിൽ അങ്ങനെ കയറ്റി കൊടുത്തിട്ട് ചേട്ടൻ അങ്ങനെ പോവും. അങ്ങനെയാണ് ചെയ്യുക. ദച്ചൂസാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുക. ഞാൻ ദച്ചൂസിനെയും കൊണ്ട് പിന്നെ പോവുകയാണ് ചെയ്യുക. പക്ഷെ ഇപ്പോൾ ചേട്ടനില്ലല്ലോ, അപ്പോൾ 2 പേരും ഞാൻ തന്നെ കൊണ്ടുപോകണം കേട്ടോ. ധ്രുവയ്ക്കാണെന്ന് വെച്ചാൽ പനി ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് ഇപ്പോഴും പനിച്ചൂടുണ്ട്, ചുമയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം രാവിലെ എന്നും കുളിച്ചിട്ട് തന്നെ സ്കൂളിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഞാൻ വേഗം മെല്ലെ എണീപ്പിച്ച് ഓരോന്നൊക്കെ പറഞ്ഞ് എണീപ്പിച്ചു, കുളിപ്പിച്ചു കേട്ടോ. കുളിപ്പിച്ചപ്പോൾ ഡ്രസ്സ് മാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പേർക്കും ഡ്രസ്സ് ഇടാനും അറിയാം, എല്ലാം അതും അറിയാം കേട്ടോ. എന്നാൽ പോലും 2 ആൾക്കും അമ്മ വേണം, അമ്മ ചെയ്തു തരുമോ, അമ്മ ഇട്ട് തരുമോ എന്ന് പറഞ്ഞ് നിൽക്കും കേട്ടോ. 2 പേരും അതെ എപ്പോഴും. ധ്രുവ പിന്നെ ഇപ്പോൾ ഒന്ന് അടങ്ങി നിൽക്കുന്നത് ഒത്തിരി പനിയൊക്കെ ഉള്ള കാരണം കേട്ടോ. ചുമ മാറിയിട്ടില്ല അവൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ആകെ ഒരു ക്ഷീണം പോലെ കേട്ടോ. സത്യം പറയാലോ, എല്ലാ ദിവസവും രാവിലെ ഇതുപോലൊരു ഓട്ടപ്പാച്ചിലാട്ടോ. ഇവരെ റെഡിയാക്കി ഇവരെ സമയത്തിന് സ്കൂളിലേക്ക് വിടുന്നവരെ ഭയങ്കര തിക്കും തിരക്ക്. എല്ലാ വീട്ടിലും അതുപോലെ തന്നെയാവും. കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിലും തിക്കും തിരക്കൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെ ഇത് സെയിം. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ മാത്രമല്ല, ചേട്ടനും ഇറങ്ങും ആ നേരം. അപ്പോൾ ആ നേരത്തേക്ക് ഞാൻ ചേട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റും ചായയും എല്ലാം ആക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ 3 പേര് ഒരേ ടൈമിൽ ഇറങ്ങുന്ന കാരണമാണ് കേട്ടോ അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ധ്രുവ ചേട്ടൻ്റെ കൂടെ അങ്ങനെ പോവും, ഒപ്പം ചേട്ടൻ അങ്ങനെ ഡ്രോപ്പ് ചെയ്യാണ് ചെയ്യുക. ഇതിപ്പോൾ ഞാനും അവരുടെ കൂടെ ഇറങ്ങണമല്ലോ, അപ്പോൾ വേഗം വേഗം ആക്കും വേണം. പിന്നെ എല്ലാവരും 2 പേരും ഡ്രസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നും വീട്ടിലേക്ക് വിളിക്കും കേട്ടോ. ചേട്ടൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് എന്നും സംസാരിച്ച് അപ്പോൾ ആ നേരത്തെ അങ്ങനെ പോവുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പോവുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തേക്ക് നമുക്കിപ്പോൾ 8 മണിക്ക് ഇറങ്ങണമെന്ന് വെച്ചെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും വേഗം കഴിഞ്ഞിരിക്കും, വരെ റെഡി ആവലും എല്ലാം കഴിഞ്ഞിരിക്കും കേട്ടോ. എന്നും അങ്ങനെ തന്നെ ചെയ്യാം. രാവിലെ സ്കൂളിൽ പോകണ നേരത്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിപ്പിക്കാൻ ഒരു ഇത്തിരി പണിയാണ് കേട്ടോ മക്കളെ. കാര്യം അതിപ്പോൾ എനിക്ക് തോന്നുന്നു കുഞ്ഞു പിള്ളേരുള്ള വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാവും. ഭക്ഷണം കഴിപ്പിക്കാൻ ഒത്തിരി ടൈം എടുക്കും നമുക്ക് സ്കൂളിൽ പോകുന്ന നേരത്തെ കേട്ടോ. കാരണം അവർക്ക് വേണ്ട വേണ്ട ഒക്കെ പറഞ്ഞിരിക്കും. ഇപ്പോൾ ധ്രുവയ്ക്കാണെന്ന് വെച്ചാൽ പിന്നെ പനിയുള്ള കാരണം അവൾക്ക് ഭയങ്കര വാശിയുണ്ട്. 2 വായ 3 വായ കഴിക്കുമ്പോഴേക്കും മതി എന്ന് പറയും. ദച്ചു ആണെങ്കിൽ പിന്നെ ഭയങ്കര സ്ലോയാണ് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ. അവൾക്ക് ഇഷ്ടമുള്ള വല്ലതാണെന്ന് വെച്ചെങ്കിൽ വേഗം വേഗം കഴിക്കും, ഒറ്റയ്ക്കും കഴിക്കും കേട്ടോ. പക്ഷേ അവളിങ്ങനെ ടൈം എടുക്കും. രാവിലെ കഴിക്കുന്ന നേരം എപ്പോഴും ഇങ്ങനെ ടൈം എടുക്കും കേട്ടോ. നമുക്ക് ദേഷ്യം വരും അവൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ. അങ്ങനെ ഇപ്പോൾ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ വിളിച്ച് ഇപ്പം മക്കളെ ഇറങ്ങുന്ന ടൈമായിട്ടോ. കാരണം 8 മണിയായി. ഞാൻ എപ്പോഴും ക്ലോക്കിൽ ഒരു 10 മിനിറ്റ് കൂട്ടി വയ്ക്കുള്ളൂ കേട്ടോ ക്ലോക്കിൽ. കാര്യം അപ്പോൾ ആ സമയം നോക്കിയിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുള്ളൂ. നമ്മൾ ഇത്തിരി നേരത്തെ ആയാലും പ്രശ്നമില്ലല്ലോ. നേരം വൈകുന്നതിനൊക്കെ നല്ല കുറച്ച് നേരത്തെ പോകുന്നത് അതുകൊണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് എപ്പോൾ പോകുമ്പോഴും നമ്മൾ വാതിൽ ലോക്ക് ചെയ്താട്ടോ ഇറങ്ങുള്ളൂ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തുനിന്ന് മാത്രമേ നമുക്ക് നമ്മുടെ വാതിൽ തുറക്കാൻ പറ്റുള്ളൂ. അതങ്ങനെ ഒരു സെറ്റപ്പാണ് കേട്ടോ നമ്മുടെ വാതിലിന്. അപ്പോൾ നമ്മളെപ്പോൾ പോകുമ്പോഴും താക്കോലും കൊണ്ട് വേണം കേട്ടോ പോകാൻ. നമ്മളറിയാണ്ട് വാതിൽ പുറത്തുനിന്ന് അടച്ചു പോയിച്ചെങ്കിൽ പിന്നെ തുറക്കാൻ പറ്റില്ല. താക്കോലുണ്ടെങ്കിൽ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ. വേറെ ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പലതവണ പെട്ടുപോകാറുണ്ട്. താക്കോലൊക്കെ എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ പെട്ടുപോകാറുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഹെൽപ്പ് ഡെസ്ക് നാളെ വിളിച്ചിട്ടൊക്കെയാണ് ഓപ്പൺ ചെയ്യുക. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ ഭയങ്കരമായി ശ്രദ്ധിക്കുക. എപ്പോൾ ഇറങ്ങുമ്പോഴും കീ എടുക്കും കേട്ടോ.
അങ്ങനെ നമ്മൾ ധ്രുവക്കുട്ടീനെ ബസ്സിൽ കയറ്റി വന്ന് ഇപ്പോൾ ദച്ചൂസിൻ്റെ ഓട്ടയും വരും കേട്ടോ. അപ്പോൾ അവളും പോവും, പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാവും കേട്ടോ.